ഹരി ഓം. കൽക്കി രൂപകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീല അയ്യപ്പൻ. ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ ബ്രഹ്മഗീത എന്ന സ്പിരിച്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ 9ാമത്തെ ലെസനാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലെസൺ എന്ന് പറയുന്നത് ഏകദേശം 10-12 മിനിറ്റ് ഉണ്ട്. ഇത് ഒന്നിച്ച് ആരും കാണാറില്ല. അതുകൊണ്ട് ഞാനതിനെ പല ഖണ്ഡങ്ങളായിട്ട് ഭാഗിച്ച് ആഴ്ചയിൽ 5 ദിവസം ഇടാനാണ് ആഗ്രഹിക്കുന്നത്. ശനി ഞായറും ബ്രഹ്മഗീത പാഠങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല. മറ്റ് നമ്മുടെ പ്രോഗ്രാംസൊക്കെ അതുപോലെ നടക്കും. പിന്നെ ഞാനിതിൻ്റെ സമയം പറഞ്ഞിരുന്നത് 2-നും 2:30 ഇടയ്ക്ക്, ഉച്ചയ്ക്ക് 2-നും 2:30 ഇടയ്ക്കെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ ഈ ജോലിയുടെ ഒരു സ്വഭാവം കാരണം എനിക്ക് ആ കൃത്യസമയം പാലിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ഈ അമ്മയെ നോക്കുന്ന ജോലിയാണ്. ഇപ്പോൾ എനിക്ക് പ്രധാന എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുക ഉള്ളതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പണികളൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും 2 മണി കഴിയും. ചിലപ്പോൾ 2:15 ആവും. ഇന്ന് 2:15 അതാണ് ഇന്ന് ലെസൺ ലേറ്റായി. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഞാൻ സമയം ഇനി പറയുന്നത് 2-നും 3-നും ഇടയ്ക്ക് ഈ പാഠം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും. അപ്പോൾ ഈ പാഠത്തിലൂടെ നിങ്ങളുടെ എല്ലാ സ്പിരിച്വലായിട്ടുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ആകും. നിങ്ങൾക്ക് ഇന്നുവരെ ഉത്തരം കിട്ടാത്ത എന്ത് ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആത്മാവിനെ പറ്റി, ഈശ്വരനെ പറ്റി, മനുഷ്യൻ്റെ മരണാനന്തര ജീവിതത്തെപ്പറ്റി, പ്രപഞ്ചത്തെപ്പറ്റി, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, ലയം, ഇവ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ലൈഫിലുള്ളത് അതൊക്കെ നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാം. ബ്രഹ്മഗീതയുടെ വീഡിയോകൾ കൃത്യമായി കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ A to Z പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ്. എന്നാൽ ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ആവശ്യപ്പെടുന്നില്ല. കാരണം കർമ്മം ചെയ്യാനാണ് ഭഗവാൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നാണ്. ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അത് ഭഗവാന് വേണ്ടിയാണ്. ഞാനിടുന്ന പാട്ടുകളൊക്കെ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ കേട്ടും പാടിയും ആടിയും ഒക്കെ നടന്ന പാട്ടുകൾ തന്നെയാണ്. അത് എനിക്ക് വളരെ സന്തോഷം തരുന്ന പാട്ടുകളാണ്. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു. മറ്റുള്ളവർ നന്മ മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. എനിക്ക് ഈ ലോകമേ ഒരു തറവാടാണ്. ഈ നമ്മുടെ എല്ലാം അച്ഛനായ ഭഗവാൻ നാരായണനും നമ്മുടെ എല്ലാം അമ്മയ ഭൂമിദേവിയുമാണ് നമുക്കുള്ളത്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.